തീരുമാനിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. പക്ഷേ ഇസ്രായേൽ നടത്തുന്നുണ്ടല്ലോ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചതിന് പിന്നാലെ തന്നെ ഖൈബർ മിസൈലുകളൊക്കെ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ശക്തമായ നാശനഷ്ടങ്ങൾ തന്നെയാണോ ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് MCA? ദിവ്യ, തീർച്ചയായിട്ടും ഈ പിന്നിട്ട 10 ദിവസങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണമാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആളപായവും അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു ചിത്രവും പുറത്തുവിടാൻ ഇസ്രായേൽ നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല. ഹൈഫയിലും തെല്ലവീവിലുമാണ് വലിയ തോതിൽ തന്നെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. രാവിലെ ഇസ്രായേൽ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത് കെട്ടിടങ്ങൾ തകർന്ന് 20-ലധികം പേരെ കാണാനില്ല എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇതിൽ ഏറ്റവും വലിയ ഒരു വ്യത്യസ്തത ഉള്ളത്, സാധാരണഗതിയിൽ ഇറാനിൽ നിന്നൊരു മിസൈൽ പുറപ്പെടുന്ന വിവരം ലഭിച്ചാൽ ഒരു 10-12 മിനിറ്റിനകം തന്നെ പൂർണ്ണമായിട്ടും ആളുകളെ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റാനുള്ളൊരു സംവിധാനം, വളരെ കുറ്റമറ്റൊരു സംവിധാനം ഇസ്രായേലിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഹൈഫയിൽ ഈ മിസൈൽ വന്ന് പതിച്ചിട്ട് അതിനു ശേഷം മാത്രമാണ് അപായ സൈറൻ പോലും മുഴങ്ങിയത്. അതുകൊണ്ട് അതേക്കുറിച്ചുള്ള അന്വേഷിക്കാൻ ഉത്തരവിട്ടതായിട്ട് ഇസ്രായേൽ സൈനിക വക്താവ് തന്നെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും കണിശമായ രീതിയിൽ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ 20 മിസൈലുകൾ വന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് 10 റോക്കറ്റുകളും മിസൈലുകളും വന്നു. അതിന് ആ ഒരു ആഘാതം വിട്ടുമാറും മുമ്പാണ് വീണ്ടും 10 മിസൈലുകളും റോക്കറ്റുകളും കൂടി ഇസ്രായേൽ